ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ ചിക്കൻ ആണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഗ്രീൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക. മസാല നല്ലോണം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. 12 പീസായിട്ടുള്ളത്. 3 കിലോ ചിക്കന് 12 പീസാക്കി എടുത്തതാണ്. ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 8 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് ഒരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 3 കിലോ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 3 കപ്പ് ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. ചപ്പ് കൂടുതൽ എടുക്കുന്നത് നല്ല പച്ച ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ ചിക്കനാണല്ലോ, അപ്പോൾ നല്ലൊരു പച്ച കളർ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൂടുതൽ എടുക്കാൻ പറയുന്നത്. ഇതിൽ എരിവൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. അതല്ല കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ചൊക്കെ കൂട്ടി കുറക്കൊക്കെ ചെയ്യാം. അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലോട്ട് ഈ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും കൂടി അരച്ച ഈ പേസ്റ്റ് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കനിലോട്ട് ഇതൊന്ന് നല്ലോണം തേച്ച് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുക. തൈരിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം, അത് നോക്കട്ടെ എത്ര വേണ്ടി വരും, ഇതിനനുസരിച്ച് ചെയ്യുക. നല്ലോണം ഇതിൻ്റെ ചിക്കനിലോട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇതിലോട്ട് നമ്മുടെ ഈ ചപ്പും കൂടി ചേർത്തിട്ട് ചിക്കനിലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇതിലോട്ട് നമ്മുടെ ആ ചപ്പ് അരച്ചെടുത്തതുണ്ടല്ലോ, അതും കൂടി ഒന്ന് തേച്ചിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ 3 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചെടുത്തതാണ്. പിന്നെ തൈര് ഞാൻ 1/4 കപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. തൈരും ഇതൊക്കെ പൊടി എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇത് മസാല ഇതിൽ പിടിക്കാനായിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക. നമ്മുടെ ചിക്കനിൽ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാന് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ഉണ്ട് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.